നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ സുവിശേഷം വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്. സ്ത്രീയെയും ഉഗ്രസർപ്പത്തെയും കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ. ഇത് പരിശുദ്ധ അമ്മയെ കുറിച്ചാണ് വെളിപാട് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകമായിട്ട് സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മയുടെ നാമത്തെയാണ് നമ്മൾ വാഴ്ത്തുന്നത്. പീഠത്തിൽ വാണരിടുന്ന ആ മിശിഹായുടെ നാമം നമ്മെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മയോട് കൂടി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനമാണ് നാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അവിടെയെല്ലാം നമുക്ക് വലിയ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കുന്നുമുണ്ട്. നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പീഠത്തിൽ വളരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വളരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹായെ വാഴ്ത്തിടുവിൻ, മിശിഹായെ വാഴ്ത്തിടുവിൻ.